2015 തുടങ്ങിയ കേസ് ഈ കഴിഞ്ഞ ജനുവരി മാസം വരെയും ഈ കേസ് ഇങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു. ഓരോ ദിവസം വിളിക്കുമ്പോഴും ഞാൻ കോടതിയിൽ പൈസ പോലും ഇല്ല, അത് കോടതിയിൽ ഞാൻ ഹാജരാകുന്നു. അവിടെ ചെന്ന് കഴിയുമ്പോൾ വീണ്ടും തിരിച്ചു വിടുന്നു. അങ്ങനെ ഒത്തിരി വിഷമിച്ചിരിക്കുകയാണ്. ആ പെൺകുട്ടിയുടെ കൂട്ടുകാരികൾ ഗ്രൂപ്പിൽ ആ കുട്ടിയായിട്ട് സംസാരിക്കുകയും കുട്ടിയോട് ചോദിച്ചു, എന്തിനാണ് നീ സാറിന് ഇങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചപ്പോഴാണ് കുട്ടി പറയണത്, എനിക്കിതൊന്നും അറിയത്തില്ലായിരുന്നു, എന്നെക്കൊണ്ടൊരു വെള്ള പേപ്പറിൽ ഒപ്പിട്ട് മേടിച്ചതുള്ളൂ, ബാക്കി എന്തൊക്കെ എഴുതിയെന്ന് പോലും എനിക്കറിയത്തില്ല എന്ന് കുട്ടി അവരോട് പറയുകയും ചെയ്തു. പിന്നീട് കുട്ടി പറഞ്ഞു, എന്നോട് സംസാരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് സംസാരിക്കാനായിട്ട് ഒട്ടും താല്പര്യമില്ല, കാരണം എനിക്ക് വളരെ പേടിയായിരുന്നു, ഞാൻ സംസാരിച്ചില്ല. പിന്നീട് ആ കൂട്ടുകാരോട് പറഞ്ഞു, എനിക്ക് ക്ഷമ പറയണം, സാറിൻ്റെ വീട്ടിൽ ചെന്ന് സാറിനോട് ക്ഷമ പറയണം എന്ന് പറഞ്ഞു ഒത്തിരി തവണ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഭയങ്കര പേടിയായിരുന്നു, വിഷമമായിരുന്നു. അവസാനം ആ കുട്ടി ഞാൻ കുട്ടിയുടെ കൂട്ടുകാരോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ അടുത്തൊരു പള്ളിയിൽ ഇതുപോലെ ധ്യാനം നടക്കുന്നുണ്ട്, ഞാൻ അവിടെ എന്നും പോയി പ്രാർത്ഥിക്കുന്നതാണ്, കരഞ്ഞു പ്രാർത്ഥിക്കുന്നതാണ്, അവിടെ വന്ന് കൊച്ചി പറയട്ടെന്ന് പറഞ്ഞു. അങ്ങനെ ആ കുട്ടിയും ഭർത്താവും കുട്ടികളെയും കൂട്ടി പള്ളിയിൽ വന്നു. ഒരു മാസം മുമ്പ് അവർ ഇതിനെക്കുറിച്ച് സാക്ഷ്യം പറയുകയും പരസ്യമായി എന്നോടും വൈഫിനോടും കുഞ്ഞുങ്ങളോടും ക്ഷമ ചോദിക്കുകയും ചെയ്തു. സാറിന്റെ ഫാമിലിയോടും മകളോടും ഭാര്യയോടും മാപ്പ് ചോദിക്കുകയാണ്. ഞാൻ ചെയ്തു പോയൊരു തെറ്റ്, അറിഞ്ഞോ അറിയാതെ പോയൊരു തെറ്റിന് ഞാൻ എല്ലാവരുടെ മുമ്പിൽ വെച്ച് മാപ്പ് ചോദിക്കുകയാണ്, ദൈവത്തിന് മുമ്പാകെ. കോടതിയിൽ അപ്പോഴത്തേക്ക് കേസ് കോടതിയിൽ തീർന്നിരുന്നു. കോടതിയിൽ നിന്ന് കേസ് തീർന്നതിൻ്റെ പേപ്പറുകളും എല്ലാം എനിക്ക് കിട്ടിയായിരുന്നു. അത് ഞാൻ ഇതുപോലെ പള്ളിയിൽ കാണിച്ചായിരുന്നു. കാരണം പള്ളിയിൽ സാക്ഷ്യം പറയണമെങ്കിൽ അത്ര കൃത്യമായിട്ട് മാത്രമേ സാക്ഷ്യം പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ പേപ്പറുകളും എല്ലാം ഞാൻ അന്ന് പള്ളിയിൽ കാണിച്ചിരുന്നു.